ഒരു വൃക്ഷത്തിൽ എത്ര ഇലകൾ, എത്ര പുഷ്പങ്ങൾ, എത്ര കനികൾ എന്നുള്ളവയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദിവ്യമന്ത്രം അഥവാ രഹസ്യവിദ്യയാകുന്നു അക്ഷഹൃദയം. അതുപോലെ തന്നെ അതിവേഗത്തിൽ അശ്വത്തെ തെളിക്കാനാകുന്ന വിദ്യയാകുന്നു അശ്വഹൃദയം. അക്ഷഹൃദയം, അശ്വഹൃദയം എന്നിവ എന്തെല്ലാമാണ് വിശദമായി നോക്കിക്കാണാം. പഞ്ചപാണ്ഡവരുടെ വനവാസവേളയിൽ അർജുനൻ ഏകാന്തവാസത്തിന് പുറപ്പെട്ട വേളയിൽ മറ്റു സഹോദരന്മാരും പത്നി പാഞ്ചാലിയും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ദുഃഖിതരായി കഴിയും കാലം. അങ്ങനെ ദൈത്യാടവിയിൽ വെച്ച് ബൃഹദർശ മഹർഷി പാണ്ഡവരുടെ സമക്ഷം ആഗതനായി. പാണ്ഡവരിലെ ധർമ്മപുത്രരെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞ കഥയാകുന്നു നിഷാദ രാജകുമാരനായ നളൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി ദമയന്തിയുടെയും കഥ. ഏവർക്കും അറിയാവുന്ന ഒന്നാണ് നള ദമയന്തിമാരെ. എന്നാൽ അതിലെ ഒരു ഭാഗമായി വിശേഷിപ്പിക്കുന്നവയാകുന്നു അക്ഷഹൃദയവും അശ്വഹൃദയവും. അത് ഇപ്രകാരമാകുന്നു. കശ്യപ കദ്രു ദമ്പതികളുടെ പുത്രനും അഷ്ടനാഗങ്ങളിൽ ഒരുവനുമായ കാർക്കോടകൻ തന്നോട് ഉപദേശാർത്ഥം രാജ്യവും സർവ്വതും നഷ്ടമായ നിഷാദ രാജകുമാരൻ അയോധ്യ നടേശനായിരുന്ന ഋതുപർണൻ്റെ സാരഥിയായി. അങ്ങനെയിരിക്കെ ദമയന്തിയുടെ പുനർവിവാഹത്തിൽ പങ്കെടുക്കുവാൻ ബാഹുകൻ എന്ന അപരനാമത്തിൽ കഴിയുന്ന നളനോടുകൂടി ഋതുപർണൻ പുറപ്പെട്ടു. ആ മാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരീയം താഴെ വീഴുന്നു. എന്നാൽ രഥം നിർത്തുവാൻ പറയുമ്പോഴേക്കും രഥം ഒരു കാതം പിന്നിട്ടിരുന്നു. ഋതുപർണന് ഇത് ആശ്ചര്യമായി. അദ്ദേഹം ഇതിൻ്റെ കാരണം ബാഹുകനോട് ആരാഞ്ഞു. അശ്വഹൃദയ മന്ത്രത്താൽ അശ്വത്തെ തെളിച്ചതെന്നും അതിനാൽ തന്നെ ഈ മന്ത്രശക്തിയാൽ അശ്വം അതിവേഗം സഞ്ചരിക്കുമെന്നും അരുളി. അങ്ങനെ ഋതുപർണന് മനസ്സിലായി ഇതൊരു സാരഥി മാത്രമല്ല, മറ്റേതോ വിശിഷ്ടനാണെന്നും. അതിനാൽ പോകും വഴിയിൽ ഒരു താന്നി വൃക്ഷം കാണുകയും അതിൽ 5 കോടി ഇലകളും 2905 കായ്കളുമുണ്ടെന്ന് ഒറ്റനോട്ടത്തിൽ ഋതുപർണൻ പറഞ്ഞു. അത് അദ്ദേഹം മനസ്സിലാക്കിയത് അക്ഷഹൃദയ മന്ത്രത്തിൻ്റെ ശക്തിയാലാണ്. അതിനാൽ തന്നെ അദ്ദേഹം ആ മന്ത്രം നളനെ പഠിപ്പിക്കുകയും നളൻ തിരികെ അശ്വഹൃദയം ഋതുപർണനെ പഠിപ്പിക്കുകയും ചെയ്തു. അക്ഷഹൃദയം ഹൃദ്യസ്ഥമാക്കിയ നളൻ ചൂതിൽ വിജയിക്കുകയും നിഷാദരാജ്യം പിടിച്ചടക്കുകയും ചെയ്തു.